വീഡിയോ ചെയ്യണതിൻ്റെ മെയിൻ ഉദ്ദേശം ഞാൻ അത്ര വലിയ കർഷകനൊന്നുമല്ല. വീട്ടിൽ കുറച്ച് ഫ്രൂട്ട്സ് പ്ലാന്റ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ഉപയോഗിക്കുന്നു. അപ്പോൾ നമുക്കത് ഉപയോഗിക്കുമ്പോൾ വരുന്ന അബദ്ധങ്ങളും ഗുണങ്ങളും നിങ്ങളിലേക്ക് ഷെയർ ചെയ്യണം. ആയിട്ട് വരുന്നുണ്ട്. പിന്നെ സങ്കടകരമായ കാര്യം എന്താ, ഇവിടം ശൂന്യമാണ്. ഇവിടെ ഒരു അത്തി ഉണ്ടായിരുന്നു, അത്തി പോയി, ഇസ്രായേൽ അത്തി പോയി. പകരം നമ്മൾ വിത്തിട്ട് മുളപ്പിച്ച വേറെ അത്തി വളർത്തി കൊണ്ടുവരണ്ടേ. അപ്പം ഇനി അത്തി ഉണ്ടായി വരട്ടെ. ഇത് ഏതത്തിന്നൊന്നും അറിയില്ല, വിത്തിട്ട് മുളപ്പിച്ചതാണ്. നിങ്ങൾക്ക് ഇതിൻ്റെ ഇല കണ്ടിട്ട് ഏതാണെന്ന് മനസ്സിലാവുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേ. പിന്നെ നമ്മുടെ ഹോം ഗ്രൗണ്ട് സ്റ്റാർ ഫ്രൂട്ട് നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്, നല്ല ഉഷാറായിട്ട് പൂവിട്ടിട്ടുണ്ട്. ഫ്രൂട്ട്സൊക്കെ നല്ല രീതിയിൽ ഉണ്ടാവുന്നുണ്ട്. നിറച്ച് പൂവാണ്, നിറച്ച് ഫ്രൂട്ട്സാണ്. ഈ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് നമ്മുടെ നാടൻ ചിക്കു. അപ്പം നാടൻ ചിക്കുമ്മയും ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലായിടത്തും പൂവൊക്കെ ഇട്ട് തുടങ്ങിയിട്ടുണ്ട്. റംബൂട്ടാൻ അപ്പോൾ അബ്ദവശ എൻ്റെ കയ്യിൽ നിന്നൊരു കൊമ്പൊടിഞ്ഞു പോയായിരുന്നു. പക്ഷെ അതിൻ്റെ ചുറ്റും നന്നായിട്ട് കൊമ്പ് ഉണ്ടായി വരുന്നുണ്ട്. ഇപ്പോൾ ഡ്രിപ്രിഗേഷൻ എപ്പോഴും നല്ലതാണ്. കാരണം കുറഞ്ഞ അളവിൽ കൂടുതൽ വെള്ളം ചെല്ലുന്നതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ ചെടികൾക്ക് വെള്ളം വലിച്ചെടുക്കാനും ഇതേപോലെ നന്നായി തളർത്ത് വരാനൊക്കെ ഡ്രിപ്രിഗേഷൻ നല്ലതാണ്. പിന്നെ നമ്മുടെ മിറാക്കിൾ ഫ്രൂട്ട് ഉണ്ടായിട്ടുണ്ട്, നിറച്ച് പൂവിട്ട് നിൽക്കുന്നുണ്ട് മിറാക്കിൾ ഫ്രൂട്ട്. ഈ മിറാക്കിൾ ഫ്രൂട്ട് ഇഷ്ടമുള്ളവർ എത്ര പേരുണ്ട് കമൻറ്റ് ചെയ്യും. പേഴ്സണലി എനിക്ക് വലിയ താല്പര്യമില്ല. ഞാൻ ഒരു റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ചെടിയല്ല മിറാക്കിൾ ഫ്രൂട്ട്. വൺ ടൈം ഫൺ എന്നുള്ള രീതിയിൽ ഇത് ഓക്കെ. എടുത്തു പറയേണ്ടത് നമ്മുടെ മാതളാണ്. മാതളം നിറച്ചുണ്ടായിട്ടുണ്ട്, നല്ല രീതിയിൽ പൂവിട്ടിട്ടുണ്ട്. അപ്പോൾ പലരും പറയുന്നുണ്ട് മാതളത്തിന് പൂവിട്ട് കഴിഞ്ഞാൽ പൂവ് കൊഴിഞ്ഞു പോകാന്നുള്ളത്. അപ്പോൾ രണ്ട് കാരണം കൊണ്ടാണ് പൂവ് കൊഴിഞ്ഞു പോകാറ്. ഒന്ന് ചൂടിൻ്റെയും, രണ്ട് പോളിനേഷൻ കറക്റ്റ് അല്ലാത്തതിൻ്റെയും. അപ്പോൾ അതിൻ്റെ ചെറിയൊരു ഷോർട്സ് ഞാൻ ഇട്ടിട്ടുണ്ട്, ചാനലൊന്ന് കയറി നോക്കിയാൽ മതി. അപ്പോൾ ആ ഷോർട്സിൽ പോളിനേഷനെ കുറിച്ച് ഞാൻ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് മാതളത്തിൻ്റെ പൂവ് വരണത്. എൻ്റെ ഇവിടെ പരാഗണത്തിനെ സഹായിക്കുന്നത് ഇത്തിരി കുഞ്ഞൻ ഉറുമ്പന്മാരാണ്. അവരിതിൻ്റെ ഉള്ളിൽ കയറി തേനൊക്കെ എടുത്ത് ഇതിങ്ങനെ പൂമ്പൊടിയിലൊക്കെ കയറി നടന്ന് അടുത്ത പൂവിലേക്കൊക്കെ പോകുമ്പോൾ പരാഗണം നടക്കും. അപ്പം നിങ്ങളുടെ അവിടെ തേനീച്ച ഉറുമ്പ് ഒന്നും ഇതേപോലെ പരാഗണത്തിന് സഹായിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പെയിൻ്റ് അടിക്കുന്ന ചെറിയ ബ്രഷില്ലേ ഡ്രോയിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്നത്, ആ ബ്രഷ് എടുത്തിട്ട് പതുക്കേനെ ഈ പൂവിൻ്റെ ഉള്ളിൽ തട്ടി കൊടുക്കുക. എന്നിട്ട് അടുത്ത പൂവിൻ്റെ ഉള്ളിൽ ഒന്ന് തട്ടി കൊടുക്കുക. അങ്ങനെ എല്ലാം പൂവിൻ്റെ ഉള്ളിലും ഒന്ന് തട്ടി കൊടുക്കുക. എന്നിട്ട് നല്ല രീതിയിൽ നനച്ച് കൊടുക്കുക. അപ്പോൾ ഫ്രൂട്ട്സ് എന്തായാലും സെറ്റാവും, 100% ഉറപ്പാണ്. പിന്നെ ഇത് നമ്മുടെ സീറ്റ് ലൂവി നല്ല രീതിയിൽ ഉണ്ടായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ലാസ്റ്റ് ഇട്ട മറ്റേ ഫ്രൂട്ട്സിൻ്റെ വീഡിയോ ഇട്ട് നോക്കി കഴിഞ്ഞാൽ അറിയാം ഈ ലൂവി ഇത്രയ്ക്ക് അങ്ങോട്ട് വലുതായിട്ടില്ല. അപ്പോൾ ഇതൊരു ഡ്രിപ്പ് ഇറിഗേഷൻ്റെ ഒരു പോസിറ്റീവ് വശമാണ്. കാരണം ചെടികൾക്ക് നല്ല രീതിയിൽ വെള്ളം വലിച്ചെടുക്കാൻ പറ്റണതുകൊണ്ട്. പിന്നെ ഇത് നമ്മുടെ ഡ്രാഗൺ ഫ്രൂട്ടും ഈ പറഞ്ഞ പോലെ നന്നായി ഉണ്ടായി വരും. ആകെ പ്രശ്നം ഉറുമ്പിൻ്റെ ശല്യമാണ്. അതുകൊണ്ട് തന്നെ പച്ചമുളകും വെളുത്തുള്ളിയും വെച്ചിട്ടുള്ള ഒരു മരുന്ന് ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ഷോർട്സ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് സക്സസ് ആവുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വിശദമായ വീഡിയോ ഇടാം. ഞാൻ നമ്മുടെ എയർ പ്രൂണിങ് പോട്ടിൽ വെച്ചോർക്കുന്ന വൈറ്റ് ഞാവൽ. അപ്പം നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതനുസരിച്ചിട്ട് നമ്മൾ ഇതിനൊരു തിരുനന സെറ്റപ്പ് ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് നല്ല രീതിയിൽ കാണുന്നുണ്ട്. ഒരു കൂട്ടായിട്ട് ഇതൊരു പയറും കൂടി ഇപ്പോൾ മുളച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ തിരുനന സ്റ്റാർട്ട് ചെയ്ത പിന്നെ തന്നെ നല്ല രീതിയിൽ പുതിയ തളിരും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രൂട്ടും സെറ്റാവാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് പൂവൊന്ന് പിടിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ചെയ്യാം. ഇത് നമ്മുടെ പുലസാൻ കുറേ നാളായി ഇങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ പുലസാൻ എന്തുകൊണ്ട് ഇങ്ങനെ നിൽക്കണു എന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തൊരു ഇപ്പോൾ മോഡി കെയറിൻ്റെ ആക്റ്റീവ് 80 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു മരുന്ന് മേടിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പുലസാനെ ഒന്ന് ഒഴിച്ചു കൊടുത്ത് നോക്കി നോക്കണം. അപ്പോൾ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഇതേപോലെ ഒരു ലോഗൻ നിൽക്കുന്നുണ്ട്. ഇതിപ്പോൾ ഫ്രൂട്ട്സൊക്കെ സെറ്റ് ആവാറായിട്ടുണ്ട്, പക്ഷേ ഫ്രൂട്ട്സ് സെറ്റ് ആവുന്നില്ല. അപ്പം അങ്ങനത്തെ ഉള്ളതിനെ മോദി കെയറിൻ്റെ തന്നെ ആക്റ്റീവ് സൈമ് നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കും ഇതും പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ ഈ പുലസാൻ ഒന്ന് രക്ഷപ്പെട്ട് കിട്ടാന്നുണ്ടെങ്കിൽ ആക്റ്റീവ് 80 നല്ലൊരു മരുന്നാന്നുള്ളത് ഞാൻ പറയും. അപ്പോൾ നമുക്കത് പരീക്ഷിച്ച് നോക്കിയതിന് ശേഷം മാത്രമേ പറയാൻ പറ്റുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്ത് തരാനും പറ്റുള്ളൂ. ഇത് നമ്മുടെ സാധാരണ ഒരു ബെയർ ആപ്പിളാണ്.
നമ്മുടെ എയർപ്രോണിയം പ്രോട്ടീന്ന് പറിച്ച് നട്ടാണ്. പറിച്ച് നട്ട സമയത്ത് ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ നല്ല രീതിയിൽ ഉണ്ടായി വരുന്നുണ്ട്. ഇത് തായ്ലാൻഡ് റെഡ് വെറൈറ്റി ബെയർ ആപ്പിളാണ്. അന്ന് നമ്മൾ പറിച്ച് നട്ടത്. അപ്പോൾ ഇത് ഫ്രൂട്ട്സൊക്കെ അത് സെറ്റായി തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ഒരു പന്തലാണ്. അതിലേക്കിപ്പോൾ ഇതാ മത്തൻ പടർത്തുന്നുണ്ട്. വേറെ സൈഡിൽ നിന്ന് പടവലവും പടർത്തുന്നുണ്ട്. മുന്നേ ഇവിടെ ഗാഗായിരുന്നു മൊത്തം ഉണ്ടായിരുന്നത്. വീട്ടുകാർക്കും നാട്ടുകാർക്കും എല്ലാവർക്കും അത് ഇഷ്ടമായതുകൊണ്ട് അത് നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഡ്രിപ്പ് ഇറിഗേഷന് ശേഷമുള്ള പ്രധാന അപ്ഡേഷൻസ്. അതുപോലെ തന്നെ കൃഷിയൊന്നും മാത്രമല്ല കേട്ടോ ഞാൻ ഉദ്ദേശിക്കണത്. ഒരു സമയത്ത് ഞാൻ നല്ല രീതിയിൽ സൈക്കിളൊക്കെ ചവിട്ടിറന്താ, അതിൻ്റെ ഒരു സ്മാരകമായിട്ട് സൈക്കിൾ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് സർവീസ് ചെയ്തെടുക്കുന്ന ഒരു വീഡിയോ അടുത്ത് തന്നെ ഞാൻ പോസ്റ്റ് ചെയ്യാം. നിങ്ങൾ കമൻറ്റ് ചെയ്യും വേണമെന്നുള്ളത്.